BTS എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബോയ് ബാൻഡ് ഗ്രൂപ്പ് എന്നല്ല എൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ ഒരു ഫാൻ എന്ന് അങ്ങനെയൊന്നുമല്ല. എന്നെ അവിടെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ്, എനിക്ക് എന്നെ വിശ്വാസമില്ലായ്മ, ഇങ്ങനെയൊക്കെയുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എന്ന് ഇവരെ കണ്ടു തുടങ്ങിയോ, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്സ്, ഇവർ വന്നത്, ഇവരെ ഒന്നും ഇല്ലാത്തടത്ത് നിന്ന് അവരെ വിശ്വസിച്ച്, അവരുടെ ടീമിനെ വിശ്വസിച്ച് ഇത്രയും ലെവൽ വരെ ഗ്രാമി നോമിനീസ് വരെ ആവണമെങ്കിൽ, അത്രയും ഹൈ ലെവലിലെത്തി നിൽക്കണമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും പറ്റില്ല, എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളെത്താൻ പറ്റില്ല? അതാണ് എനിക്ക് BTS എന്ന് ഏറ്റവും നല്ല വാക്ക്. ഞാൻ ആർമി ആയതിനു ശേഷമുള്ള എൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറിയാണ്. ഐ എം റിയലി ഹാപ്പി. BTSൻ്റെ ലൈഫിൽ വന്നിരിക്കുന്നതാണ് വാട്ട് ഈസ് റിയൽ ഹാപ്പിനെസ്, വാട്ട് ഈസ് റിയൽ ഫ്രണ്ട്സ് എല്ലാം ഞാൻ അറിഞ്ഞത്. നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കണം, എന്തൊക്കെ വന്നാലും അത് കൈവിട്ട് കളയരുത് എന്നെ പഠിപ്പിച്ചത് BTS ആണ്. പ്രൗഡ് ടു ബി ഐ എം സെയിങ് ഐ എം 100% BTS ആർമി. ദെൻ താങ്ക് യു സോ മച്ച് BTS ടു മേക്ക് മീ സ്മൈൽ. സരാങ്ങി BTS, ലവ് യു സോ മച്ച്, എനിത്തിങ് ഇൻ ദ വേൾഡ്. ഞാൻ BTS ആർമി ആയിട്ട് എൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. സോ ഐ എം റിയലി ഹാപ്പി ആൻഡ് ഐ എം റിയലി പ്രൗഡ് ടു സേ ഐ എം 100% BTS ആർമി. ആൻഡ് ഐ ജസ്റ്റ് സ്റ്റാർട്ട് ടു ലവ് മൈസെൽഫ് ആൻഡ് ഐ ലവ് BTS ഫോർ എവർ. പിന്നെ എനിക്ക് ഒത്തിരി ആർമി ഫ്രണ്ട്സിനെ കിട്ടി. എന്താ I just feel we are a one family and I hope to have a better days. And thank you Sarange. ഹലോ, എൻ്റെ പേര് മലിഹ ജാസ്മിൻ. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഞാൻ 2018 സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് BTSനെ സ്റ്റാൻഡ് ചെയ്തത്. ആൻഡ് ഐ വോണ്ട് റിഗ്രറ്റ് ഫോർ സ്റ്റാൻഡിങ് ദം, ടു ബി ഹോണസ്റ്റ്. ഞാൻ 7th ഗ്രേഡിലായിരുന്ന ടൈമിലാണ് ഞാൻ BTSനെ പറ്റി കാണുന്നതും എല്ലാം അറിയുന്നതും ഒക്കെ. ആ ടൈമിൽ ഞാനൊരു ബുള്ളിങ് വിക്ടിമായിരുന്നു. ബട്ട് ഞാൻ ആരോടും ഇത് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫാമിലിയോട് ആരോടും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അവരെൻ്റെ കാര്യം ഒത്ത് വരികയുണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ രാത്രിയിൽ ഇരുന്ന് കരഞ്ഞു തീർത്തിട്ടൊക്കെയുണ്ട്. ലൈക്ക് ആ ഒരു നൈറ്റ്സൊന്നും ഞാൻ ഓർക്കാൻ കൂടി ആഗ്രഹിക്കുന്നില്ല. ആ സ്ഥലത്തൊക്കെ എനിക്ക് അവരുടെ മ്യൂസിക്കിലൂടെ എന്നെ ഇത്രയും ഹാപ്പിനെസ് എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കി തന്നത് BTS ആണ്. ഐ ഓൾവേസ് ലവ് BTS ആൻഡ് BTS ഇസ് മൈ ലൈഫ്. ഇപ്പോൾ എനിക്ക് കുറേ ആർമി ഫ്രണ്ട്സ് ഉണ്ട്. ആൻഡ് ടു ബി ഹോണസ്റ്റ്, എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സിനൊക്കെ കൂടുതൽ സ്നേഹമുള്ളത് അവർക്ക് തന്നെയാണ്. ഐ ലവ് യു സറാങ്ങി. ഹലോ, ഞാൻ ആർമിയായിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷം കഴിഞ്ഞു. എൻ്റെ ഇപ്പോൾ BTSൻ്റെ 8th ആനിവേഴ്സറിയാണ്. ആൻഡ് ഐ എം റിയലി പ്രൗഡ് ആൻഡ് ഹാപ്പി ദാറ്റ് ഐ ജോയിൻഡ് ദിസ് ഫാൻഡം ആൻഡ് സൈനിങ് ദം വാസ് ദ ബെസ്റ്റ് ഡെസിഷൻ ഐ എവർ ടേക്കൻ. ഒരുപാട് പ്രോബ്ലംസൊക്കെ ആയിട്ട് ഫുൾ അലങ്കോലമായിട്ട് ലൈഫ് വന്ന സമയത്താണ് ഞാൻ BTSനെ കുറിച്ച് അറിയുന്നത്. ആദ്യമൊക്കെ ചുമ്മാ ഓവർ തിങ്കിങ്, നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ചുമ്മാ ടൈം പാകായതുകൊണ്ട് വേണ്ടിയിട്ടായിരുന്നു ഞാൻ അവരുടെ MVസും ഫണി വീഡിയോസൊക്കെ കണ്ടു തുടങ്ങിയത്. ബട്ട് പിന്നെ ആയപ്പോൾ എൻ്റെ സേഫ് സോൺ ആയിരുന്നു, എൻ്റെ ഹോം ആയിരുന്നു. സ്കൂളിലൊക്കെ ഇരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം, BTSനെ കാണണം എന്നുള്ളൊരിതൊക്കെയാണ്. ബട്ട് അന്നൊന്നും ഞാൻ ആരോടും പറയാതൊക്കെ ഇരുന്നത്, കാരണം എനിക്ക് പേടിയായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ വോട്ട് വിൽ അതേഴ്സ് തിങ്ക്, അവരുടെ ജഡ്ജ്മെൻറ്റൊക്കെ കേട്ടിട്ട് നല്ല പേടിയായിരുന്നു. ആ സമയത്താണ് ലവ് യുവർ സെൽഫ് ആൽബം സോങ്ങിൻ്റെ ലിറിക്സൊക്കെ കേട്ടിട്ട് അന്ന് എനിക്കറിയാമായിരുന്നു ഐ വിൽ നെവർ റെഗ്രറ്റ്. ഫ്രണ്ട്സിൽ നിന്നും ഫാമിലിയിൽ നിന്നും കസിൻസൊക്കെ ഒരുപാട് കളിയാക്കി ഇൻസൾട്ടൊക്കെ ചെയ്യുമെങ്കിലും ഐ നോ ഇറ്റ്സ് വർത്ത് ഇറ്റ്. ആൻഡ് ഐ എം റിയലി പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഞാൻ ഇത്ര എത്തിയതിൽ, ഇത്രയും സ്ട്രോങ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ നിന്ന് സംസാരിക്കുന്നതിലെല്ലാം ഫുൾ ക്രെഡിറ്റ് BTSനാണ്. എൻ്റെ ആർമി, എനിക്ക് ഒരുപാട് ആർമി ഫ്രണ്ട്സിനെയും കിട്ടിയിട്ടുണ്ട് ഈ ഒരു വർഷത്തിൽ. ആൻഡ് അതിനുള്ള ക്രെഡിറ്റും BTSന് തന്നെയാണ്. ലവ് യു ബോറാഹേ. 2020 ലോക്ക്ഡൗൺ ഡേയ്സിലാണ് ഞാൻ BTSനെ ശരിക്കും ഡിസ്കവർ ചെയ്യുന്നത്. അതുവരെ അങ്ങനെ ഒരു K-pop ബാൻഡ് ഉണ്ടെന്നോ അതൊരു മ്യൂസിക് ബാൻഡാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. സത്യം പറഞ്ഞാൽ ചുറ്റുള്ളവർ അൺഹാപ്പിയും അതുപോലെ ഡിപ്രഷനും ആൻസൈറ്റിയും ഓവർ തിങ്കിങ്ങും ഒക്കെ കാരണം ഇങ്ങനെ അൺഹാപ്പി ആയിരുന്നൊരു കൊല്ലമായിരുന്നു എല്ലാവർക്കും 2020. പക്ഷെ ഒരിക്കലും എനിക്ക് അൺഹാപ്പി ആയിരുന്നില്ല 2020. ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു, ഓൺലി ബിക്കോസ് ഓഫ് BTS. എന്താ പറയുക, അവരുടെ മ്യൂസിക്കിലൂടെ അവർക്ക് ആ ഒരു കംഫേർട്ട് തരാനും ആ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാനും ഹോപ്പ്ഫുള്ളായിട്ടിരിക്കാനുള്ള മെസ്സേജ് തരാനും ഒക്കെ ഉള്ളൊരു പവറുണ്ട്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാ വെച്ചാൽ, എന്തെങ്കിലും നമുക്ക് അൺവർത്തിയാ അല്ലെങ്കിൽ അൺമോട്ടിവേറ്റഡ് ആയിട്ട് തോന്നുക വെച്ചാൽ യൂണിസെഫിൽ RMൻ്റെ സ്പീച്ച് ഒന്ന് പോയി കേട്ടാൽ മതി. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു പ്രചോദനമുണ്ട്, ലൈഫിൽ മൂവ് ഓൺ ചെയ്യാൻ കിട്ടുന്ന ആ ഒരു പവർ.
അതെന്താ പറയുക, വേർഡ്സിലൂടെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ശരിക്കും. അതുപോലെ സപ്പോസ് നമ്മളൊരു ബാഡ് ഡേയിലൂടെയാണ് കടന്നു പോവാണ്, BTSൻ്റെ ഒരു റൺ എപ്പിസോഡ് കണ്ടാൽ മതി, വിഷമമൊക്കെ മറന്ന് നമുക്ക് ചിരിക്കാൻ പറ്റും. അതിനുള്ളൊരു പവർ ഉണ്ട് അവർക്ക്. പിന്നെന്താ പറയുക, ശരിക്കും ആർമീസ് എന്ന് പറയുന്നത് ലക്കിയസ്റ്റ് വേണ്ടാന്ന് ഞാൻ പറയുള്ളൂ. കാരണം ആർമീസിന് BTS എന്ന് പറഞ്ഞാൽ ചങ്കാണെങ്കിൽ BTSന് ആർമീസ് എന്ന് പറഞ്ഞാൽ ചങ്കിടുപ്പാണ്. എന്നുവെച്ചാൽ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഇരട്ടിയാണ് അവർ നമുക്ക് തിരിച്ചു തരണേ. ശരിക്കും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന 7 ചെറുപ്പക്കാർ, അതാണ് എനിക്ക് BTS. അവസാനമായിട്ട് എന്താ പറയുക, BTS and ARMY, we are together, bulletproof forever and ever and ever. Borahe. Annyeong. Okay, അപ്പോൾ BTS is everything. BTS is my everything. BTS is our everything. BTS is life. Oh my God. Sarange borahe. I love BTS. I BTS you. BTSനെ പറ്റി പറയാമെന്ന് വെച്ചാൽ നമുക്കൊരു മിനിറ്റ് വീഡിയോ 30 സെക്കൻഡ് വീഡിയോ കൊണ്ടൊന്നും നടക്കില്ല. അവരെന്ന് വെച്ചാൽ എനിക്കൊരു ഫീലിംഗ് ആണ്, നമ്മുടെ ടച്ച് സൈറ്റ് അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്കവർ. എന്നെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഇപ്പം ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നത് വെച്ചാൽ എൻ്റെ മുഖത്തിങ്ങനെ ഇങ്ങനെ ഉള്ളിൽ നിന്നൊരു ഹാപ്പിനെസ്സും സ്മൈലും ഒക്കെ അവർക്ക് കൊണ്ടുവന്ന് തരാൻ പറ്റും. അത് തന്നെ ഒരു മെയിൻ കാര്യമാണ്. ഒരാളുടെ ഉള്ളിൽ നിന്ന് ചിരി, സന്തോഷം അതൊക്കെ വരുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് നമ്മുടെ ഹാർട്ടിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ഹാപ്പിനെസ് ആയിട്ട് പുറത്തേക്ക് ഇങ്ങനെ പൊട്ടിച്ചിരിക്കും. അത് അവർക്ക് തരാൻ പറ്റുന്നത്. സോങ്സ് കേൾക്കുമ്പോൾ ലൈക്ക് നമുക്ക് തന്നെ നമ്മളൊരു വേറൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ലവ്, ഹാപ്പിനെസ് അതിനൊക്കെ ഒരു അനദർ വേർഡാണ്. ഫോർ മീ ഇറ്റ് ഈസ് BTS. ജോണോ BTS ഹായ് ആമീസ്. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി 8th ഇയർ ആനിവേഴ്സറി. ഞാൻ ആർമി ആയതിനു ശേഷമുള്ള ഫസ്റ്റ് ആനിവേഴ്സറിയാണത്. എൻ്റെ ആർമി ഫ്രണ്ട്സിനോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആർമി ആയിട്ട് 1 ഇയർ ആവുന്നുണ്ട്. അപ്പം എനിക്ക് ഒരുപാട് ആർമി ഫ്രണ്ട്സിനെ കിട്ടി. അതുപോലെ തന്നെ ലവ് യുവർ സെൽഫ് എന്ന് പറഞ്ഞൊരു വാക്കിൻ്റെ അർത്ഥം എനിക്ക് ആർമി ആയതിനു ശേഷമാണ് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ലൈഫിൽ എന്തൊക്കെ വിട്ടുപോകരുതെന്ന് ആഗ്രഹിക്കുന്നത്, ലൈക്ക് ഫാമിലി, എൻ്റെ പേരൻസ്, ഫ്രണ്ട്സ്. അതുപോലെ ഞാൻ എപ്പോഴും ഈ 7 ബോയ്സിനെ. ഹായ് ആർമീസ്, എല്ലാവർക്കും ഹാപ്പി 8th ആനിവേഴ്സറി. ഞാനൊരു BTS ആർമി ആയതിനു ശേഷമുള്ള ഫസ്റ്റ് ആനിവേഴ്സറിയാണ്. അത് എൻ്റെ ആർമി ഫ്രണ്ട്സിനോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ 7 ബോയ്സ് അവരുടെ ഹാർഡ് വർക്ക്, അവർ ജീവിതത്തിൽ അനുഭവിച്ച സ്ട്രഗിൾസ്, അതിലൂടെ നേടിയെടുത്ത സക്സസ്, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തതും ഒരു BTS ആർമി ആവാനുള്ള പ്രധാനപ്പെട്ട കാര്യവും അതാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നാലും വി ഷുഡ് ചേസ് അവർ ഡ്രീംസ്. ഇതാണ് BTS നമ്മുടെ ബോയ്സ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യം. അപ്പോൾ ഈ ഒരു BTS ആർമിയിലൂടെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. അതും ഒരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവർക്കും ഹാപ്പി 8th ആനിവേഴ്സറി. ലവ് യുവർ സെൽഫ്. അന്യോങ്. കുറേ പേരെന്നോട് ചോദിച്ചുള്ളൊരു ക്വസ്റ്റ്യനാണ് വൈ BTS. ബിക്കോസ് ദേ മേക്ക് മീ ഹാപ്പി. ഇതിലും പവർഫുള്ളായിട്ടുള്ള സിമ്പിളായിട്ടൊരു ആൻസർ എനിക്ക് തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. ദേ മേക്ക് മീ ഹാപ്പി ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് BTSനെ ഇഷ്ടപ്പെടുമ്പം, അവരുടെ സോങ്സ് കേൾക്കുമ്പോൾ, അവരുടെ കണ്ടൻറ്റ് കാണുമ്പോൾ ഒരിക്കലും എനിക്കൊരു സെലിബ്രിറ്റി ഫാൻ ആ ഒരു റിലേഷൻഷിപ്പ്, ഐ ഫീൽ ലൈക്ക് ഫാമിലി. ഇറ്റ് ഫീൽസ് ലൈക്ക് ഹോം. BTSനെ സ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ടായൊരു വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ്. ആൻഡ് കുറേ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ എഗെയിൻസ്റ്റ് റിയാക്ട് ചെയ്യാൻ പഠിച്ചു. അവരെ ലൈഫിൽ നിന്ന് വെളിക്കളയാൻ ഞാൻ പഠിച്ചു. അത് വലിയൊരു മാറ്റമാണ്. പണ്ട് ഞാൻ മുമ്പോട്ട് വന്ന് റിയാക്ട് ചെയ്യാൻ പാടുപെട്ടിരുന്ന ആളാണ്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു മുമ്പോട്ട് വന്ന് റിയാക്ട് ചെയ്യാൻ. പക്ഷേ ഇപ്പോൾ ഞാൻ പബ്ലിക്കലി റിയാക്ട് ചെയ്യാൻ പഠിച്ചു. ആൻഡ് ഓൺലി ബിക്കോസ് ഓഫ് ദം. അവരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഫസ്റ്റ് ടൈം ഞാൻ റിയാക്ട് ചെയ്തത്. ആൻഡ് ഈ ഒരു മാറ്റം എന്നിൽ കൊണ്ടുവന്നത് അവർ മാത്രമാണ്. അവർ മാത്രം കാണാണ് ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയ. ഐ വാസ് എ കോൺഫിഡൻറ്റ് പേഴ്സൺ. പക്ഷേ എനിക്ക് മുമ്പോട്ട് വന്ന് സംസാരിക്കാൻ പേടിയായിരുന്നു. എനിക്ക് ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ തന്നെ പേടിയായിരുന്നു. ഇപ്പം ഞാനിത് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയാണ്. സോ BTS ഹാസ് ചേഞ്ച് മീ ഫോർ ഗുഡ് ആൻഡ് ഐ വിൽ ഓൾവേസ് ബി താങ്ക്ഫുൾ ടു ദം.
എങ്ങനെ ലൈക്ക് വേർഡ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഹൗ മച്ച് ഐ ലവ് ദം സോ മച്ച്. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ് ഐ ലവ് മൈ ആർമി ഫ്രണ്ട്സ്, ഓൾ ഓഫ് യു ഗൈസ്. I love this fandom. I love BTS. I love everything about this. Yeah, that's it. Thank you so much, BTS and ARMY. Happy anniversary. Happy 8th anniversary to BTS and my ARMY friends. Thank you. സ്വയം സ്നേഹിക്കുക എന്ന എനിക്ക് ഏറ്റവും തന്നിട്ടുള്ളൊരു കാര്യമാണ്. സ്വയം സ്നേഹിക്കുക, പിന്നെ ഡ്രീം കാണാം. നന്നായി ഡ്രീം കണ്ട് അതിലേക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ എന്തും കിട്ടും. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് BTS എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഇൻസ്പയർ ചെയ്ത കാര്യങ്ങൾ. പക്ഷേ എന്നെ സ്വയം സ്നേഹിക്കുക, പിന്നെ ഒറ്റയ്ക്കുള്ള സമയത്തുകൾ എന്ന് പറയുമ്പോൾ കൂടെ നീ ഒറ്റയ്ക്കല്ല, കൂടെ ഞങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഒന്നും പറ്റില്ല, കൂടെ എന്തുണ്ടെങ്കിലും ഞങ്ങളുണ്ട്. ഞങ്ങളുടെ അടുത്ത് പറയും എന്നൊരു ഇതും കൂടി വരുന്നുണ്ട് എൻ്റെ ലൈഫിൽ. പിന്നെ എന്നെ ഒരു കാര്യം എത്തിയില്ലെങ്കിലും പക്ഷെ അതിലേക്ക് എത്താൻ വർക്ക് ചെയ്തോ അവരുടെ ലൈഫിൽ തന്നെ അവർ കാണിച്ചിട്ട് തരുന്നുണ്ട്. അത്ര അധികം എനിക്ക് ഇൻസ്പയർ ചെയ്തു തന്നവരാണ്. വളരെ അഭിമാനത്തോട് തന്നെ പറയാം ഞാനൊരു ആർമിയാണ്. BTS എങ്ങനെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ ജേർണി, അവര് ഈ ഫാൻഡത്തിൽ വന്നതിന് ശേഷം ഞാൻ എങ്ങനെ എന്നെ തന്നെ മാറ്റി എന്നതാണ്. ലവ് യുവർ സെൽഫ്. നമ്മൾ എവിടെ പോയാലും എല്ലാവരും നമ്മളോട് പറയുന്നത് അത് നീ നിന്നെ സ്നേഹിക്കൂ, എന്നാൽ മാത്രമേ നിനക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുള്ളൂ എന്ന്. അത് തന്നെയാണ് BTS അവരുടെ ഫാൻസിന് കൊടുക്കുന്ന ഏറ്റവും വലിയ മെസ്സേജ്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുമെന്ന്. അത് തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കാലത്ത് ഞാൻ എൻ്റെ ജേർണി അല്ലെങ്കിൽ എൻ്റെ കഴിവിനെ ഏറ്റവും അധികം ഹേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ എൻ്റെ ചുറ്റുമുള്ളവരെയും ഞാൻ ഒരുപാട് യൂസ് ചെയ്തു. പക്ഷെ ഇപ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനത്തോട് തന്നെ പറയാം ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ സ്നേഹിക്കുന്നത് എന്നെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ചുറ്റുമുള്ളവരുടെ സന്തോഷത്തിനും സങ്കടത്തിനും എനിക്ക് അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും. I love myself എന്ന് എനിക്ക് കോൺഫിഡൻസോടുകൂടി പറയാം. അതിന് കാരണം ഒരൊറ്റ കാരണമേ ഉള്ളൂ, BTS ആർമിയുമായിട്ടുള്ള ഇടപെടലുകൾ ഞാൻ ഒരുപാട് എൻ്റെ ലൈഫിൽ ഒരുപാട് Hi everyone, first of all happy 8th anniversary to all armies, and this is my 2nd anniversary with this whole fandom. And talking about BTS and their influence in my life is on another level, because each and every songs of them literally changed and saved my life and just brought so much happiness and positivity. And walking through this life with them is the best decision I have ever chosen in my life, because they taught me so many things. Their song, their lyrics, their words, everything about them is such an inspiration and motivation to all armies out there. And they just started from zero and look at them now, and that's the big motivation I got from BTS. And I really wish people would understand the fact that BTS really changed our life, and not just see them as random dudes whom we just adore, seeing them, their cute faces. That's not true. We just adore them because of their talents and their hard work. ഫസ്റ്റിൽ ഞാൻ അവരെ കണ്ടു തുടങ്ങിയത് ഒരു കൊറിയോഗ്രാഫിക് വീഡിയോയിലൂടെയാണ്. അപ്പോൾ തന്നെ എനിക്ക് കുറച്ച് ഇഷ്ടമായി. പിന്നെ ഞാൻ അവരെ ഓരോ വീഡിയോസ് കാണുന്ന തുടങ്ങി, ലൈക്ക് എഡിറ്റ്സ്, കൊറിയോഗ്രാഫീസ്, MVs അങ്ങനെ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി താല്പര്യം തോന്നി. പിന്നെ എനിക്ക് അവരെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹമായി, അവരെ ഫാൻ ആവണമെന്ന് ആഗ്രഹമായി. എനിക്കവരെ മ്യൂസിക്കിൽ ഏറ്റവും ഇഷ്ടം തീംസ് ആൻഡ് ലിറിക്സാണ്. എനിക്ക് അവരുടെ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവരെ ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ്, എല്ലാവരോടുള്ള കരുതൽ, സ്നേഹം കണ്ടപ്പോൾ ഞാൻ പതിയെ ഒരു ഫാനായി മാറി. ഡിപ്രഷൻ എൻ്റെ ചെറുപ്പത്തിലെ സമയത്താണ് BTSനെ പാട്ട് കേൾക്കുന്നത്. കേട്ട് കഴിഞ്ഞപ്പോൾ ഒരിക്കലും ഒറ്റയ്ക്കാന്നൊരു ഫീല് തോന്നിയിട്ടേയില്ല, കൂടെ അവരുണ്ട് എന്നതാണ് തോന്നിയിട്ടുള്ളത്. അവർ ലൈഫ് സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അവരെ പറ്റി കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ഡ്രീം വേണമെങ്കിൽ നല്ലപോലെ വർക്ക് ചെയ്ത് നമുക്കത് കിട്ടും. BTSന്റെ സോങ്സ്, അവരുടെ ഹാർഡ് വർക്ക്, അവരുടെ ലൈഫ് എന്നെ നല്ലോണം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. BTS ആർമി ആയതിനു ശേഷം ലൈഫ് എന്ന് പറഞ്ഞാൽ ഫുൾ കളർഫുള്ളാണ്, ഫുൾ ചില്ലാണ്, ഫുൾ പോസിറ്റീവ് വൈബാണ്. എന്തൊരു നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാലും അതിനെ പോസിറ്റീവായിട്ട് ഇതാക്കാനും, പിന്നെ ഓരോന്നിനോടുള്ള പോയിന്റ് ഓഫ് വ്യൂ ചേഞ്ച് ചെയ്തു. അങ്ങനെ കുറേ കാര്യങ്ങൾ ചേഞ്ച് വന്നിട്ടുണ്ട് ലൈഫിൽ. എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല മൊമെൻ്റ് എന്ന് പറയുന്നത് ഞാൻ BTSനെ പറ്റി അറിഞ്ഞതും ആ ഒരു ആർമി ആയതുമാണ്. ഫസ്റ്റ് തന്നെ എനിക്ക് കൂടുതലായിട്ട് തോന്നിക്കുന്നത് അവരുടെ പേഷ്യൻസാണ്.
അവർ ഒരുപാട് തവണ ഇൻസൾട്ടഡ് ആയിട്ടുണ്ട്, അവോയ്ഡഡ് ആയിട്ടുണ്ട്. ചില ഫാൻ മീറ്റിങ്സിൽ ചില ഫാൻസ് അവരെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് അവരതിനൊന്നും റിയാക്ട് ചെയ്യാൻ പോയിട്ടില്ല. പിന്നെ അവർ മറ്റുള്ളവർ കാണിക്കുന്ന റെസ്പെക്റ്റ്, ദെയർ ഹാർഡ് വർക്ക്, ദെയർ സ്ട്രഗിൾ, അതൊക്കെ എനിക്ക് ദേ ആർ ലൈക്ക് റോൾ മോഡൽ ടു മീ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ടാലൻറ്റ്, അവരുടെ ടാലൻറ്റ് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള അവരുടേതായ ഒരു രീതിയുണ്ട്. അപ്പോൾ അതിലൂടെ ഞാൻ മനസ്സിലാക്കിയത് എല്ലാവരും ടാലൻറ്റഡ് ആണ്. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാലൻറ്റ്സ് ഉണ്ട്. അപ്പോൾ സ്വന്തം ടാലൻറ്റിൽ വിശ്വസിക്കുക എന്നതാണ് അതിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. അവരെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഞാൻ അവരെ ഒരുപാട് അഡ്മയർ ചെയ്യുന്നുണ്ട്. ഞാൻ സെൽഫ് ലവ് ചെയ്ത് തുടങ്ങിയത് തന്നെ അവർ കാരണമാണ്. അവരുടെ സോങ്സിലെ മെസ്സേജസ് ലൈക്ക് ലവ് മൈ സെൽഫ് ക്യാമ്പയിന് എല്ലാം എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. Whenever I feel lonely or depressed or stressed, I always listen to their song like that is my magic shop. That I can forget my whole worries and just be myself. ഹായ് ആർമി, I'm രേഷ്മ ഫ്രം കൊല്ലം. 8th ആനിവേഴ്സറിയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ എങ്ങനെയാണ് ഒരു ആർമി ആയെന്നുള്ളതാണ്. അതിന് മെയിനായിട്ട് ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, അത് ആർമിൻ്റെ സ്പീച്ചാണ്. ആ സ്പീച്ച് കേട്ടതിന് ശേഷമാണ് ഞാൻ ഒറ്റയ്ക്ക് സ്റ്റേജിൽ ഡാൻസ് കളിക്കാൻ അല്ലെങ്കിൽ പാട്ട് പാടാനൊക്കെ തുടങ്ങിയത്. അത് അന്ന് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ലെങ്കിൽ പോലും സെക്കൻഡ് പ്രൈസ് എനിക്ക് സ്റ്റേജ് വാങ്ങി തന്നു. അത് ആർമിൻ്റെ ഈ ഒരു സ്പീച്ചിൻ്റെ ഒരൊറ്റ കോൺഫിഡൻസ് മാത്രമാണ്. അത് എവിടെയും തുറന്ന് പറയാൻ എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഇന്ന് അവരുടെ ഒരു വലിയ മില്യൺസ് ഓഫ് ഫാൻസിൽ ഒരാളാണ് ഞാനെന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. ആ ഒരൊറ്റ കാരണമാണ് ഞാൻ BTS ഫാനാക്കി അല്ലെങ്കിൽ ആർമിയാക്കി മാറ്റിയത്. BTS is the best thing ever happened in my entire life. ഈ ലോകത്തിലെ ഒരുപാട് ലക്കിയസ്റ്റ് സോൾസിൽ ഒരു ലക്കിയസ്റ്റ് സോൾ ഞാനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം BTS മാത്രമാണ്. They are my 7 reasons to smile. They are my pain healers and I promise I will be with them for the rest of my life. They are completing their 8th year since debut. Happy 8th anniversary to our world of Bangtan Boys. This is a very heartwarming moment. We will be together, bulletproof till eternity. BTS എന്ന് പറഞ്ഞാൽ വെറും ഒരു ബോയ് ബാൻഡ് മാത്രമല്ല, നമ്മുടെയൊക്കെ ലൈഫ് ഒരുപാട് ചേഞ്ച് ചെയ്യുന്നൊരു ബാൻഡ് ഗ്രൂപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിനെസ്, അൺലിമിറ്റഡ് ഹാപ്പിനെസ് ആണ് എൻ്റെ ലൈഫിൽ. വാട്ട് ഈസ് യുവർ ഹാപ്പിനെസ് എന്ന് ചോദിച്ചാൽ 100% ഞാൻ പറയും BTS തന്നെയാണ്. കാരണം ലൈഫിൽ നമുക്കൊന്നും നേടാൻ പറ്റില്ല എന്നൊരു ഇത് വരുമ്പോൾ BTSൻ്റെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അവരുടെ സോങ്സ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് തോന്നുന്നു നമുക്ക് എന്തും പറ്റും. ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ആൻഡ് ഹാർഡ് വർക്കിംഗ് വേണം. ബട്ട് അതിനൊക്കെ എന്ത് പ്രോബ്ലം വന്നാലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് നമ്മുടെ BTS ഓരോ മെമ്പേഴ്സും നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ലൈഫിൽ ഒരിക്കലും ഒറ്റയ്ക്കല്ല, അവർ നമ്മുടെ കൂടെയുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു രീതിയിൽ അവർ നമ്മളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന 100% കോൺഫിഡൻസോടെ നമുക്ക് പറയാൻ കഴിയുന്നു. അത് BTSൻ്റെ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. നമ്മളെപ്പോഴും നമ്മളുടെ ഹാപ്പിനെസ്സിനെ ഫോളോ ചെയ്യാൻ നോക്കുക. നമ്മുടെ ഹാപ്പിനെസ്സാണ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്കിഷ്ടം BTSൻ്റെ ആ മോട്ടിവേഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഫോളോയും ചെയ്യുന്നുണ്ട്. ലൈഫ് ലോങ് അത് ഫോളോ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. അതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം BTSൻ്റെ ലൈഫ് സ്റ്റോറി. അവർ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഈ ബിഗ്ഗസ്റ്റ് ബാൻഡ് ഗ്രൂപ്പ് ഇൻ ദ വേൾഡ് ആൻഡ് വലിയൊരു ഫാൻഡം തന്നെ അവർക്കുണ്ട്. അങ്ങനെ ഉണ്ടാകാൻ കാരണം അവരുടെ പരിശ്രമവും അവരുടെ ഓരോ സ്ട്രഗിൾ ചെയ്ത് ലൈഫ് ഫുൾ ഫൈറ്റ് ചെയ്താണ് അവർ ഇന്നീ കാണുന്ന നിലയിലെത്തിയത്. BTS എന്ന് പറയുമ്പോൾ പാർട്ട് ഓഫ് മൈ ലൈഫ് എന്ന് പറയാൻ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം BTS എന്നെ ഇത്രയ്ക്ക് കോൺഫിഡൻസ് ആക്കി. ഇൻ കേസ് ഞാൻ BTSനെ ഇത്രയും എനിക്കറിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്നീ കാണുന്ന ഒരു ഹാപ്പിനെസ് ഒന്നും കിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു.
BTSലെ ഓരോ മെമ്പേഴ്സും നമ്മൾ ഒരുപാട് കോൺഫിഡൻസ് ആക്കുന്നു. തനിച്ചല്ല, അവരും നമ്മളുടെ കൂടെ ഫൈറ്റ് ചെയ്യാനുണ്ട് എന്ന് നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് നൽകുന്നു. അവരുടെ സോങ്, അവരുടെ മോട്ടിവേഷൻസ്, അവരുടെ സ്പീച്ചസ് എല്ലാം നമ്മൾ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുകയും നമ്മൾ ഒരുപാട് കോൺഫിഡൻസ് ആക്കുകയും ഫൈറ്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഒരു എനർജി തരുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനിയും അത് വേണം, അതെൻ്റെ ലൈഫ് ലോങ് ഉണ്ടാകും. ഹലോ ആമി, BTS. ഞാൻ ഒത്തിരി സങ്കടത്തിലും ഡിപ്രഷനിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ അവരുടെ ഒരു പാട്ട് കേൾക്കുന്നത്. എൻ്റെ ഫസ്റ്റ് പാട്ട് മൈക്ക് ഡ്രോപ്പ് ആയിരുന്നു. അന്ന് അവരെ കണ്ട് അവരുടെ പേരുകൾ അറിയണമെന്നുള്ള ഒരു കൗതുകം മാത്രമായിരുന്നു ആദ്യം. പിന്നെ അത് അവരെക്കുറിച്ച് അറിയാനായി അവരുടെ ഓരോ പാട്ട് കേൾക്കുമ്പോഴും ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചു തുടങ്ങി. ഞാൻ ഒത്തിരി ഹാപ്പിയായി തുടങ്ങി. അങ്ങനെ ഞാൻ ആർമിയിലേക്ക് വരുന്നത്. BTSൽ നിന്ന് എന്ത് കിട്ടിയെന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് ഇതൊക്കെ തന്നെ. ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചു തുടങ്ങി, ഒത്തിരി ഹാപ്പിയായി തുടങ്ങി, ഒത്തിരി കോൺഫിഡൻ്റ് ആയി തുടങ്ങി. അതിലൊക്കെ ഉപരി നമ്മൾക്ക് കൂടെ എന്നും നിൽക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പിടി നല്ല സുഹൃത്തുക്കൾ, അല്ല ഒരു ഫാമിലിയെ തന്നു. യെസ്, BTS ആർമീസ്. ആർമീസ് ജസ്റ്റ് നോട്ട് എ ഫാൻഡം, ഇറ്റ്സ് എ ഫാമിലി. BTSും ആർമിയും ആ ഒരു എക്സ്പീരിയൻസ് അത് വാക്കുകളിൽ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അനുഭവിച്ച് തന്നെ അറിയണം. താങ്ക് യു സോ മച്ച് ഫോർ എവ്രി വൺ ഫോർ കമ്മിങ് ടു മൈ ലൈഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി 8th ആനിവേഴ്സറി BTS. ബൊഴാഹേ. ഞാൻ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും അവരിൽ അഡിക്റ്റീവ് ആയതും അവരുടെ ആ സോങ്സിൻ്റെ ആ ഇതും പെർഫോമൻസിൻ്റെ ഇതും ഡാൻസിൻ്റെ ഇതൊക്കെ വെച്ചിട്ടാണെങ്കിലും ഐ ഗോട്ട് ടു നോ അബൌട്ട് ദെയർ എന്താ പറയുക ലിറിക്സിൻ്റെ മീനിങ്ങും പിന്നെ അവർ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജസൊക്കെ പിന്നെ അറിയാൻ തുടങ്ങിയപ്പോൾ ഇഷ്ടവും ഭയങ്കരം കൂടി. അങ്ങനെയായി പിന്നെ ഒന്നുമില്ലാത്തടത്തുനിന്ന് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ അങ്ങ് ഉയർത്തെണീറ്റ് വന്ന് ഇപ്പോഴുള്ള ഒരു ലോകത്തിലെ വൺ ഓഫ് ദ അല്ലാത്ത നമ്പർ 1 ബോയ് ബാൻഡിൻ്റെ ഒരു ആരാധകയാവാൻ പറ്റിയതിൽ ടു ബി ഓണസ്റ്റ് ഇറ്റ്സ് എ വെരി വെരി ബിഗ് തിങ്. ഓൾസോ ദിസ് വോയിസ് ഹാഡ് ചേഞ്ച്ഡ് മൈ ലൈഫ് എൻറ്റയർലി ഇൻ എവറി ആസ്പെക്ട്. അതായത് ലോക്ക്ഡൗൺ ആയപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു ആർമി ആയ ഞാൻ ഈ ലോക്ക്ഡൗൺ ആർമി ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും എൻ്റെ ലോക്ക്ഡൗൺ ഞാൻ എപ്പോഴും വിചാരിക്കും. ലോക്ക്ഡൗൺ ആയതുകൊണ്ടും പിന്നെ ഈ BTSന് ഒരുപാട് കണ്ടൻറ്റും അവർ ഒത്തിരി കണ്ടൻറ്റ് നമ്മൾ ഒരിക്കലും നമ്മൾ ഇതാവത്തില്ല, അങ്ങ് വിടത്തില്ല. നമുക്ക് ഒത്തിരി കണ്ടൻസൊക്കെ തന്നു. പിന്നെ ഒത്തിരി ഫ്രണ്ട്സും ഈ BTS കാരണം ഒത്തിരി നല്ല നല്ല ഫ്രണ്ട്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം വെച്ചിട്ട് നല്ല ഒരു കളർഫുൾ ലൈഫ് തന്നെ ഈ BTS എനിക്ക് തന്നിട്ടുണ്ട്. സോ ദേ ആർ മൈ ഫോർഎവർ ലെജൻഡ്സ്. താങ്ക് യു. ഞാൻ ആർമി ആവാനുള്ള കാരണം ഞാൻ ഇവരെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, ട്രെൻഡിങ്ങിലൊക്കെ. പിന്നെ ഇവർ ഭയങ്കര ഫസ്റ്റ് ഞാൻ ഹാർഡ് വർക്കിങ്ങിൻ്റെ ഇതൊക്കെ കേട്ടത്, അവരുടെ സ്റ്റോറിയാണ് കേട്ടത്. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു. അവരുടെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഞാൻ അവരുടെ ഓരോ സോങ്സ് ഇങ്ങനെ കേട്ട് പഠിക്കാൻ തുടങ്ങി, മീൻസ് പാടാൻ തുടങ്ങി. നമ്മൾ ഓഫ് കോഴ്സ് ഇങ്ങനെ പാടുമല്ലോ, കാരണം തന്നെ കണ്ടിന്യൂസ്ലി കേട്ടാൽ നമ്മളത് പാടും. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങി സോങ്സ്. പിന്നെ അപ്പം എനിക്ക് വിടാൻ തോന്നില്ല, ഈ BTS സ്റ്റാൻ വിടാൻ തോന്നിയില്ല. പിന്നെ K-pop എനിക്കറിയായിരുന്നു ബിക്കോസ് ഓഫ് എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചി വർക്ക് ചെയ്യണത് കൊറിയയിലാണ്. അങ്ങനെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ബട്ട് BTS എന്താന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഇവർ ട്രെൻഡിങ്ങിലൊക്കെ വന്നപ്പോൾ എനിക്ക് ഇവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ പാട്ട് കേൾക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ വീണത് തന്നെ അവരുടെ സ്റ്റോറി ഞാൻ മലയാളത്തിൽ തന്നെ കേട്ട്. അങ്ങനെയൊക്കെ ഞാൻ അവിടെ വീണു. പിന്നെ ആർമി ഗോസ് ലൈക്ക് ദിസ്. ഞാൻ ആർമി ആയത് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞാണ്. എൻ്റെ ഫ്രണ്ട്സ് ആർമി ആയിരുന്നു. അപ്പോൾ അവരങ്ങനെ എൻ്റെ പെൻ ഡ്രൈവിൽ ഞാൻ അറിയാണ്ട് BTSൻ്റെ പാട്ട് കേട്ടി തന്ന്. ഞാൻ ആ പാട്ട് അറിയാണ്ട് കേട്ട് പിന്നെ അവരെന്നെ ഇഷ്ടപ്പെട്ട് പിന്നെ ഫാൻസായി വീഡിയോസൊക്കെ കണ്ടിട്ട് ആർമി ആയതാണ്. പക്ഷെ ആർമി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളിപ്പോൾ നമുക്ക് ഉള്ളിൽ തുറന്ന് സന്തോഷിക്കാൻ പറ്റിയൊരു അവസ്ഥയിലായിരുന്നില്ല ഞാൻ ആർമി ആവുന്ന ടൈമിൽ. പക്ഷെ ആർമി ആയതിനു ശേഷം അവരുടെ ആക്ടിവിറ്റീസും അവരുടെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഹാപ്പിയാണ്. അതായത് എനിക്ക് ഫേക്ക് ഹാപ്പിനെസ് കാണിക്കേണ്ട ആവശ്യം വന്നിട്ടേ ഇല്ല. സോ
എൻ്റെ കംഫർട്ട് സോണാണ് BTS എന്ന് പറയുന്നത്. എനിക്ക് അവരെൻ്റെ ലൈഫിലേക്ക് വന്നതിൻ്റെ ഒരു എൻ്റെ ലക്കി ചാമാണ് അവർ വന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഫേക്ക് ഹാപ്പിനെസ് കാണിക്കേണ്ട അവസ്ഥ വന്നത്. സോ BTS ആർമി എന്നുള്ള എക്സ്പീരിയൻസിന് മുമ്പേ എനിക്ക് പറയാനുള്ളത്, ഞാൻ വളരെ വലിയൊരു ഹേറ്ററായിരുന്നു. ലൈക്ക് ജസ്റ്റ് ടിപ്പിക്കൽ മല്ലു സിനോഫോബിക് സ്റ്റീരിയോടിപ്പിക്കൽ ഹേറ്ററായിരുന്നു. സോ എന്നെ അതിൽ നിന്നൊക്കെ ഒരുപാട് ജസ്റ്റ് അവരുടെ ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ മാത്രം ഞാൻ അവരുടെ ഒരു ഇൻ്റർവ്യൂ ഒരു മണിയിലെന്നപ്പോൾ എടുത്ത് നോക്കിയ ആളാണ് ഞാൻ. സോ ആ ഒരു വീഡിയോ തന്നെ എന്നെ അവരോടുള്ള എല്ലാ പെർസെപ്ഷനും, ലോകത്തോടുള്ള പെർസെപ്ഷൻ തന്നെ എനിക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സോ എന്നെ ഇത്തിരി കൂടെ ഓപ്പൺ മൈൻഡായിട്ട് ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനും ഒക്കെ BTS സഹായിച്ചിട്ടുണ്ട്. സോ അതായത് പുറത്ത് എന്തോരം ഇൻഫ്ലുവൻസേഴ്സും മോട്ടിവേഷണൽ സ്പീച്ചേഴ്സും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഈ BTSൻ്റെ എന്താ പറയുക, ഒരു ചെറിയൊരു സ്പീച്ച് മതിയായിരുന്നു എനിക്ക് അത്ര ഇൻഫ്ലുവൻസ്ഡ് ആവാൻ വേണ്ടി. സോ ആസ് എ ഹേറ്റർ ഞാനിപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്ന, ഞാൻ ഇതിനെപ്പറ്റി എന്തൊക്കെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്, ആൻഡ് ഐ അഡ്മിറ്റ് ദാറ്റ് ആൻഡ് ഐ റിഗ്രറ്റ് ഇറ്റ് റിയലി വെൽ. ബട്ട് നൗ ഐ എം പ്രൗഡ് ടു ബി ഇൻ സച്ച് എ ബിഗ് ഫാൻഡം ആൻഡ് ഐ റിയലൈസ് മൈ മിസ്റ്റേക്ക്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഞാനിപ്പോൾ വളരെ സന്തോഷത്തിലാണ്. സോ ടു ബി എ പാർട്ട് ഓഫ് ബിഗ് ഫാൻഡം. സോ ദാറ്റ്സ് ഇറ്റ്. ഫസ്റ്റ് ടൈം ഞാൻ BTSനെ കാണുന്നത് ഹെയ്റ്റർ പോസ്റ്റിലൂടെയാണ്. ബട്ട് ഞാനത് മൈൻഡാക്കിയില്ല. അവരെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് അതെന്നെ പ്രേരിപ്പിച്ചത്. അങ്ങനെ ഞാൻ BTSൻ്റെ യൂട്യൂബ് വീഡിയോസ്, സ്റ്റേജ് പെർഫോമൻസ്, ലേറ്റസ്റ്റ് MVs ഒക്കെ കാണാൻ തുടങ്ങി. അവരുടെ ഹാർഡ് വർക്ക്, അവരുടെ ഒത്തൊരുമ, പരസ്പര വിശ്വാസം, കെയറിങ്, ഫാൻസിനോടുള്ള ആത്മാർത്ഥ സ്നേഹം, ഇതൊക്കെയാണ് ഞാൻ അവരിലേക്ക് കൂടുതൽ ആകർഷിച്ചത്. Their MVs make me more comfortable and their craziness, cuteness, I love them infinity. Now I am an ARMY and they are my inspiration, happiness, my all in all. ഞാൻ ആദ്യം ഡൈനാമൈറ്റ്, എനിക്കതാണ് ആദ്യമായിട്ട് കേൾക്കണം BTSൻ്റെ പാട്ട്. എനിക്കതാണ് ഇഷ്ടപ്പെട്ടത്. എന്നുവെച്ചാൽ ആദ്യമായിട്ട് ഞാൻ അത് കേട്ടപ്പോൾ എന്താ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ എനിക്ക് BTSൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെയാണ് ഞാൻ BTSൻ്റെ ഓരോ പഴയ കാര്യങ്ങൾ, അവരുടെ ഓരോ ഇതൊക്കെ അറിഞ്ഞു തുടങ്ങി. എന്നുവെച്ചാൽ അവർ ഒന്നും അല്ലായിരുന്നിട്ട് ഇത്രയായല്ലോ എന്ന് വെച്ചാൽ അവരിപ്പോൾ ഭയങ്കര, അവരിരുന്നത് വെച്ച്, അവർ മുന്നേ ഉണ്ടായിരുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ അവരിപ്പോൾ വലിയ ഹൈ ലെവലാണ്. അതിലൊരു ആറ്റിറ്റ്യൂഡ് ഇല്ല, അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല, ഇല്ലായ്മയിൽ നിന്ന് വന്നതാണ് എന്ന് ആരടുത്തും പറഞ്ഞു നടക്കണില്ല, അങ്ങനെയൊന്നുമില്ല. അവർ എപ്പോഴും ഹാപ്പിയാണ്, അവരെ സപ്പോർട്ട് ചെയ്യണം, അവർ ഹാപ്പിയാണ്, ഇവർ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. അതൊക്കെ കണ്ടാണ് എനിക്ക് അവരെ ഇഷ്ടം. അപ്പോൾ അത് കാണുമ്പോൾ അവർ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത്രയും ഇതിൽ നിന്നും കഷ്ടപ്പെട്ടില്ലേ, അവർ മുന്നോട്ട് നിന്നില്ലേ, അപ്പോൾ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റും എന്നൊക്കെ തോന്നും. ഈ ഒരു രീതിയിലാണ് അവരെന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ആദ്യമൊക്കെ ഞാൻ അവരങ്ങോട്ട് കുറേ ഇവരിൽ എന്താ ഇത്ര ഉള്ള എന്നൊക്കെ ചോദിച്ചുവെങ്കിലും പതിയെ പതിയെ ഞാനും അവരുടെ ആ വേൾഡിലോട്ട് വീഴുമായിരുന്നു. ലൈക്ക് അവരുടെ സോങ്സ്, അവരുടെ ലിറിക്സ്, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ഫണ്ണി സൈഡ്, അവരുടെ ഹാർഡ് വർക്കിംഗ് സൈഡ്, ലൈക്ക് അവരുടെ സിൻസിയറിറ്റി, ഇതെല്ലാം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിലും കണ്ടിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ അവരിൽ കണ്ടു. ലൈക്ക് ഞാൻ കുറേ ആർട്ടിസ്റ്റുകൾ എനിക്കിഷ്ടമായിരുന്നു. ബട്ട് ഇഷ്ടമെന്ന് പറയുമ്പോൾ ജസ്റ്റ് കാഷ്വൽ ലിസ്റ്റാണ്. ലൈക്ക് മ്യൂസിക് കേൾക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ അത് സേവ് ആക്കുന്നു, കുറേ തവണ കേൾക്കുന്നു, അത് തന്നെ. പക്ഷേ BTS എന്ന് പറയുന്നത് ഒരു വേറൊരു ഇമോഷൻ തന്നെയാണ് എനിക്ക്. ലൈക്ക് അവരുടെ സോങ്സ് ജസ്റ്റ് കേട്ട് അങ്ങ് കളയുക, പിന്നെ വേറൊരു സോങ് വരുമ്പോൾ അതിനെ ഉൾക്കൊണ്ടിട്ട് പഴയ സോങ്സിനെ അങ്ങ് മറക്കുക, അങ്ങനത്തെ ഫീലാണ്. ലൈക്ക് എവ്രി സോങ്സ് ഹാസ് എ മീനിങ് നമ്മളുടെ ലൈഫിൽ. ഡിഫിക്കൽട്ട് പാർട്ടായാലും, നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടായാലും, നമ്മുടെ ഡ്രീംസിന് വേണ്ടിയിട്ടായാലും, സാഡ്നെസ്സിനായാലും ഹാപ്പിനെസ്സിനായാലും ഒത്തിരി 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 BTSൻ്റെ സോങ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോങ്സ് മാത്രമല്ല, അവരുടെ വേ ഓഫ് ലിവിങ്. 2010 ഫോം ചെയ്ത് 2013 ഡെബ്യൂട്ട് ചെയ്ത് 2021 8 വർഷമായി. ഈ 8 വർഷ കാലയളവിൽ അവരുടെ സ്വഭാവം, അവരുടെ വേ ഓഫ് തിങ്കിങ്, തോട്ട്സ് ഇതെല്ലാം മാറി.
അവർ ഒത്തിരി വലുതായി. 2013 ആ ഡെബ്യൂട്ട് ചെയ്ത സമയത്തെ ആ കുഞ്ഞു കമ്പനിയിൽ നിന്ന് വളർന്നു വന്ന 7 കൊച്ചു പയ്യന്മാർ ഇന്ന് വേൾഡിൻ്റെ മുന്നിൽ ഗ്ലോബൽ സൂപ്പർ സ്റ്റാർസായിട്ട് നിൽക്കുവാണ്. വെറും അവരുടെ മ്യൂസിക്കിൻ്റെയും അവരുടെ ആൽബത്തിൻ്റെ വിറ്റഴിഞ്ഞു പോയതിൻ്റെ കണക്കുകളുടെയും ഇതിൽ മാത്രമല്ല BTS ഇന്നിവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. They are here because they are more than that. They are more than everything. അവരുടെ ഹംബിൾനെസ്, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ആ ഒരു ഇന്നസെൻസ് സൈഡ്, ഇതെല്ലാം ആണ് അവരുടെ ഇന്ന് ഇത്രയും ഫേമസ് ആയി ഇത്രയും വലിയൊരു ഇതിൽ അവർ നിൽക്കുന്നത്. ഒത്തിരി പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അവർ ആണ് സക്സസിൻ്റെയും ഹാർഡ് വർക്കിൻ്റെയും ഹാർഡ്ഷിപ്സിൻ്റെയും ഒക്കെ ഒരു പ്രതീകമെന്ന് വെച്ചാൽ എനിക്കത് BTS ആണ്. ലൈക്ക് നമ്മളൊക്കെ പണ്ട് എപ്പോഴും കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് മഹാന്മാരായ കുറേ പേരുടെ കാര്യങ്ങൾ, ഇങ്ങനെയാണ് അങ്ങനെയാണ് അവർ സക്സസ് ആയത് എന്നൊക്കെ. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, എങ്ങനെയാണെന്ന് ആ എക്സ്പീരിയൻസ് അറിഞ്ഞിട്ടില്ല. ബട്ട് BTSൽ ഞാൻ അത് അറിഞ്ഞു, ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തു, അത് ഞാൻ കണ്ടാണ് വളർന്നത്. അതിൽ എന്തുമാത്രം സത്യമുണ്ടെന്നും ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഈ ലോകത്ത് നമുക്ക് നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് ഞാൻ നേരിട്ട് അറിഞ്ഞത് BTSലൂടെയാണ്. അവരെനിക്ക് കാണിച്ചു തന്നു എങ്ങനെ വേണം നമ്മൾ നമ്മളുടെ ഡ്രീംസിന് വേണ്ടി ഓടാനെന്ന് പുറകെ. എല്ലാ രീതിയിലും BTS എൻ്റെ ലൈഫിൽ എന്നെ ഒത്തിരി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൂ. എന്നല്ല എൻ്റെ അനിയത്തിമാരായാലും ഈവൻ എൻ്റെ എൻ്റെ ഉമ്മ ആയാലും. കാരണം എൻ്റെ ഉമ്മക്ക് അവർ ഒത്തിരി ഇഷ്ടമാണ്. ഉമ്മ പോലും സെൽഫ് ലവ് എന്നുള്ളത് ഒത്തിരി പഠിച്ചു. ലൈക്ക് അറിയാമല്ലോ, ഫാമിലി എന്നുള്ള ഓരോ ഇതൊക്കെ ആയാലും അതിനൊക്കെ എൻ്റെ ഉമ്മ ഒത്തിരി ഇതായിട്ടുണ്ടായിരുന്നു. ബട്ട് BTSനെ നമ്മളറിഞ്ഞതിന് ശേഷം, നമ്മളിലൂടെ BTSൻ്റെ വാക്കുകൾ അറിഞ്ഞതിന് ശേഷം ഉമ്മയെ അവരെ സ്നേഹിക്കാനും ലവ് യുവർസെൽഫ് സ്വയം സ്നേഹിക്കാനും ഒത്തിരി പഠിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ BTSനെ അറിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ മൈൻഡിൽ ഇതായ കാര്യം ലവ് യുവർസെൽഫ് എന്ന കോൺസെപ്റ്റാണ്. RMGയുടെ UN സ്പീച്ച് കേട്ട് ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല, ഒന്ന് ആലോചിച്ച് നോക്കണം. കുറേ വായിച്ചിട്ടുണ്ട് ലവ് യുവർസെൽഫ് എന്താണ്, ലവ് യുവർസെൽഫ് സെൽഫ് ലവ്, നിങ്ങളെപ്പോഴും നിങ്ങളെ സ്നേഹിക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെ ചെയ്യണം, അതിലെന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് എന്നെ പഠിപ്പിച്ചത് ഓഫ് കോഴ്സ് BTS ആണ്. ലൈക്ക് അവർക്കും ഒത്തിരി ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു, അവർക്കും ഒത്തിരി വിഷമങ്ങളുണ്ടായിരുന്നു. അവർക്കും സ്വയം ശരീരത്തെക്കുറിച്ചും അവരുടെ വോയിസിനെ കുറിച്ചും അവരെ കാണുന്ന അപ്പിയറൻസിനെ കുറിച്ചും അവർക്കും കുറേ വിഷമങ്ങളും കുറേ അവരുടേതായ ഒരു ഇംപെർഫെക്ഷൻസിൽ അവർക്കും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ബട്ട് അതിൽ നിന്നെല്ലാം അവർ ഉയർത്തി എണീറ്റ് ഇത്രയും നല്ലൊരു റോൾ മോഡൽ നമ്മളെ മുന്നിലാവാൻ സാധിച്ചു. അതിൽ നിന്ന് മനസ്സിലാക്കി അവർക്ക് ഇത്രയധികം അവർ മുന്നോട്ട് വന്ന് ഇങ്ങനെ വലിയ 7 ഹ്യൂമൻസായിട്ട് നിൽക്കുന്നെങ്കിൽ നമുക്കെന്താ കഴിയാത്ത? അവരുടെ ആർമീസ്, അവരെ ഫോളോ ചെയ്യുന്ന നമുക്കെന്തുകൊണ്ട് കഴിയത്തില്ല എന്നെനിക്ക് മനസ്സിലായി. ആൻഡ് ഐ വിൽ ഓൾവേസ് താങ്ക് ദം ഫോർ ദാറ്റ്. കാരണം അവർ എനിക്ക് കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടി, കുറേ നല്ല ഫാമിനെ കിട്ടി. എനിക്ക് എൻ്റെതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഉള്ള ഒത്തിരി സിൻസിയറായിട്ടുള്ള കുറേ ഒത്തിരി നല്ല ആൾക്കാരെ കിട്ടി എനിക്ക് എൻ്റെ ലൈഫിൽ കൂടെ കൊണ്ടുപോകാനായിട്ട്. സോ ഐ വിൽ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ടു മൈ BTS ആൻഡ് മൈ ആർമീസ് ആൻഡ് മൈ ഫ്രണ്ട്സ് ആൻഡ് മൈ പാരൻസ് ഫോർ ബിലീവിങ് ഇൻ മീ. സോ ഹാപ്പി ആനിവേഴ്സറി ആർമീസ്, ഹാപ്പി ഫെസ്റ്റ. ഇനിയും ഇതേപോലെ ഒരുമിച്ച് നമുക്ക് BTSൻ്റെ കൂടെ ഇനിയുള്ള വർഷങ്ങൾ പോകാൻ സാധിക്കട്ടെ. ഹാപ്പി 8th ആനിവേഴ്സറി ആൻഡ് 8 years infinity with BTS, my armies. Saranghe boraheo ay papule. 안녕하세요. 김기모남입니다. 만나서 반가워요. 축하해요. 우리 BTS 8th anniversary. So as a part of Bangtan Souls, BTS നിങ്ങളെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന്, സോ അത് ഈ ഒരു ഓഡിയോയിലൂടെ ഒന്നും പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് തീർക്കാൻ പറ്റിയ സംഭവമൊന്നുമല്ല ആക്ച്വലി. ബട്ട് ദ ഹൈലൈറ്റ് ഇൻ മൈ ലൈഫ്, അത് ഐ വുഡ് ലൈക്ക് ടു ഷെയർ ഓവർ ഹിയർ. സോ when I was in 10th, I really hate the way I was, the way I looked, especially my voice.
ടു ബി ഫ്രാങ്ക് എല്ലാം കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ ഐ ഹേറ്റ് മൈ സെൽഫ്. സോ ഇൻ 10th ആയിരുന്നു ഞാൻ ആക്ച്വലി BTSനെ പറ്റി അറിയുന്നതും അവരുടെ പാട്ട് കേൾക്കാൻ തുടങ്ങിയതൊക്കെ. സോ ഫസ്റ്റ് ഐ വാസ് ജസ്റ്റ് ലിസണിങ് ആസ് എ നോർമൽ ആൻഡ് ലേറ്റർ മൈ സിസ്റ്റർ ഷീ ടോൾഡ് മീ ജസ്റ്റ് ലിസൺ ടു ദെയർ ലിറിക്സ് ആൻഡ് ആ മീനിങ് കണ്ടെത്താൻ നോക്കുന്നു. സോ ഐ സ്റ്റാർട്ട് ലിസണിങ് ആൻഡ് ഹിഡൻ വോയിസ് ഐ ഫെൽറ്റ്, അതിലുള്ള ആ ഹിഡൻ വോയിസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ആൻഡ് ഐ സ്റ്റാർട്ട് ഫൈൻഡിങ് ലൈക്ക് ഹൗ ടു ലവ് മൈ സെൽഫ് ത്രൂ ദം. That was the great impact changed me. Like if someone tried to help you to love yourself, that is the great part in your life. So even Aram is my bias, and through him I learned a lot. Not only from him, from all the members of BTS I learned a lot, and it made me to overcome myself. And I'm proud to tell you that ഞാൻ ഇപ്പം ഒരു 3 or 4 മെമ്പേഴ്സിനെ ഡിപ്രഷനിൽ നിന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഐ വാസ് ലൈക്ക് എ പാർട്ട് ഓഫ് സൈക്കോളജിസ്റ്റ് ഫോർ ദം, ആൻഡ് ഐ ഹാവ് ചേഞ്ച്ഡ് ദം ടു overcome the depression and thinking of killing themselves and thinking of all the negatives. And I'm so happy that I can change at least 2 or 3 persons in their life and make them to see the beauty of the world. So I'm so happy to be a part of ARMY, and I'm happy to start loving myself and start loving BTS. Sarangyo Borahe, love you ARMY and love you BTS. Thanks for being a part of my life. BTSനെ ഞാൻ കണ്ടുമുട്ടുന്ന 2018 ലവ് യുവർ സെൽഫ് ഹീറോ എന്നുള്ള സമയമാണ്. ഞാനും എന്നെ എത്ര കെയർ ചെയ്യാത്ത, എന്നെ എത്ര ശ്രദ്ധിക്കാത്ത ഒരു കൂട്ടത്തിലാണ്. ബട്ട് അത് വന്ന ശേഷം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് അവർ ഓരോ ഇൻ്റർവ്യൂവിലും അത് പറയുന്ന കേട്ട ശേഷം എനിക്ക് ഒരുപാട് അത് ഇൻസ്പയർ ആയാണ് ഞാൻ ഇവരെ അറിയാൻ വേണ്ടി പോകുന്നത്. ഇവരെ അറിയാൻ വേണ്ടി ഇപ്പോൾ എത്രയും ഡീപ്പിലോട്ട് പോകുന്നെങ്കിൽ പോയപ്പോഴും ദേ ബിക്കം പാർട്ട് ഓഫ് മൈ ലൈഫ്. ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകം തന്നെയാണ് അവർ. പിന്നെ അതുപോലെ തന്നെയാണ് അവരുടെ ഓരോ ആൽബത്തിൻ്റെ ഓരോ മെസ്സേജുകൾ, അതൊക്കെ റിയലി ഇൻസ്പയറിങ് ആണ്. പോരാത്തതിന് അവരുടെ ആ ഹാർഡ്ഷിപ്പ് എത്ര താഴെ നിന്നാണ് ഇത്രയും പൊങ്ങി വന്നത്, എന്നിട്ടും അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അവർ കാണിക്കാറില്ല. ദേ ആർ സാഡ് സിമ്പിൾ ഹ്യൂമൻ.